Sorry, എനിക്ക് മസിൽ ക്രാംസ് കൂടുതലുള്ളതുകൊണ്ട് I got really late. Apologies for that. ആടുജീവിതത്തിന്റെ ഹണിമൂൺ ഫേസിലുണ്ടായ ആളാണ് ഞാൻ. The best part of ആടുജീവിതം, there was a lot of water and a lot of greenery and a lot of peace. And then yes, എല്ലാവരും ഒരു മേജർ ട്രാൻസ്ഫോർമേഷനിലൂടെയാണ് പോയത്. ഇപ്പൊ ഇവരെല്ലാം ഇരിക്കുന്ന പോലെ വളരെ പുഷ്ടിപ്പെട്ട് വളരെ ഹാപ്പി ആയിട്ടാണ് ഞാൻ ഇവരെ കേരള സ്കെഡ്യൂളിൽ കണ്ടത്. ആൻഡ് ദെൻ after that I was seeing like എല്ലാവരുടെയും very different in terms of physically, emotionally. ഞാൻ അത് കഴിഞ്ഞിട്ട് പ്ലസ് ചെയ്യാൻ കണ്ടപ്പം I remember he was looking very weak and very unhealthy and അപ്പം അതിനെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. And like I said, like Blessing's body is trying to catch up with his passion. Like body atra weak ആയിരുന്നെങ്കിലും അല്ലെങ്കിൽ even though he was sick, he was going through some diet and all, but in spite of all that he was only talking about the film. And അത് കഴിഞ്ഞിട്ട് ബ്ലസ്സേട്ടനെ കണ്ടപ്പോൾ ബ്ലസ്സേട്ടൻ വാസ് ടെല്ലിങ് സൈനുവിന്റെ പെർസ്പെക്റ്റീവിലുള്ള, നജീബ് ഇല്ലാതെ സൈനു അനുഭവിച്ച ഒരു ജീവിതം, സൈനു എന്തായിരിക്കും ഫേസ് ചെയ്തിട്ടുണ്ടാവുക, അതിനെ കുറിച്ചൊക്കെ സംസാരിക്കുമായിരുന്നു. നമ്മൾ എത്ര തന്നെ കെയർഫുൾ ആയിട്ട്, ഇപ്പൊ ഞാനൊക്കെ ഇത് ചെയ്യുമ്പോൾ ഓഫ്കോഴ്സ് ഒരു ന്യൂട്രീഷനിസ്റ്റ് ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, ഓൺ സെറ്റ് ഡോക്ടേഴ്സ് ഉണ്ട്, എനിക്ക് അജിത് എന്ന് പറഞ്ഞൊരു ട്രെയിനർ ഉണ്ട്, അവരെല്ലാവരും അവരവരുടെ മേഖലകളിലുള്ള എക്സ്പേർട്സിന്റെ സൂപ്പർവിഷനിലാണ് ഞാനിത് ചെയ്യുന്നത്. എന്നാലും സേഫസ്റ്റ് പോസിബിൾ വേയിൽ ചെയ്യാം എന്നുള്ളേ ഉള്ളൂ. അല്ല ഒരു മനുഷ്യന്റെ 1/3 ഓഫ് ദ ബോഡി വെയിറ്റ് കളയുക എന്ന് പറയുന്നത് ഇറ്റ്സ് നെവർ അങ്ങനെ ഒരു ഹെൽത്തി ആയിട്ടുള്ള കാര്യമല്ലല്ലോ. പക്ഷെ എനിക്ക് ഈ സിനിമ 2008-2009 കാലഘട്ടങ്ങളിൽ ഈ സിനിമ ചെയ്യുന്നു എന്ന് തീരുമാനിച്ചപ്പോൾ തന്നെ തിരിച്ചറിഞ്ഞ കാര്യമാണ്, ഈ സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ ഇങ്ങനൊരു കാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിന് ഞാൻ തയ്യാറായത് കൊണ്ടാണല്ലോ അന്ന് ആ സിനിമയ്ക്ക് ഓക്കെ ചെയ്യാം എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ ഞാൻ ഈ സിനിമയോടും നജീബ് എന്ന വ്യക്തിയുടെ ജീവിതത്തിനോടും ചെയ്യേണ്ട ഏറ്റവും വലിയ ജസ്റ്റിസ് എന്ന് പറയുന്നത് അത് വേണ്ട, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുകയാണെങ്കിൽ സോറി, മറ്റൊരു നടനെ ഏൽപ്പിക്കുക. കാരണം ഓഫ്കോഴ്സ് ഒരുപാട് നടന്മാർ ഇതിനു വേണ്ടി തയ്യാറായിട്ടുണ്ടാവും. അത് ആ വേഷം എനിക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളത് എന്റെ ഭാഗ്യം. അപ്പൊ ഐ ട്രൈഡ് മൈ ബെസ്റ്റ്. എനിക്ക് ഒരു കാര്യം എനിക്ക് തോന്നുന്നു വളരെ സന്തോഷപൂർവ്വം അഭിമാനപൂർവ്വം പറയാൻ പറ്റുന്നത്, ഞാനൊരു 10% പോലും കുറച്ചുകൂടെ ട്രൈ ചെയ്യാമായിരുന്നു എന്നുള്ളൊരു കാര്യം എനിക്ക് ആടുജീവിതത്തിലില്ല കേട്ടോ. അത് എന്നെ കൊണ്ട് പറ്റുന്നതിന്റെ മാക്സിമം ആണത്.